Good morning, students. Today I am going to take the next topic, that is addition of vectors. In addition of vectors, first we consider a triangular ABC. Note that the figure 10.7. Okay, all of you take your textbook and look at the figure 10.7. In this, a vector AB simply means the displacement from a point A to the point B. നമുക്കറിയാം അല്ലേ, വെക്ടർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ് ഇനിഷ്യൽ പോയിൻറ്റ് വെക്ടർ എ ആണ്, എൻഡ് ചെയ്യുന്ന പോയിൻറ്റ് വെക്ടർ ബി ആണ്. നൗ കൺസിഡർ എ സിറ്റുവേഷൻ ദാറ്റ് എ ഗേൾ മൂവ്സ് ഫ്രം എ ടു ബി ആൻഡ് ദെൻ ഫ്രം ബി ടു സി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആദ്യം എയിൽ നിന്ന് ഒരു കുട്ടി നടന്ന് ബി വരെ വരുന്നു, ദെൻ എഗെയിൻ ഷി വാക്സ് ടു സി. അവൾ എവിടേക്ക് പോകുന്നു? സി വരെ മൂവ് ചെയ്യുന്നു. ബിയിൽ നിന്ന് സി വരെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എ ടു ബി വന്നു, പിന്നെ ബി ടു സി വന്നു. ലുക്ക് അറ്റ് ദ ഫിഗർ 10.7. ഓക്കെ, ആൻഡ് ദ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മെയ്ഡ് ബൈ ദ ഗേൾ ഫ്രം ദ പോയിൻറ്റ് എ ടു ദ പോയിൻറ്റ് സി. നമുക്ക് കാണേണ്ടത് അതിൻ്റെ നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആ ഗേൾ പോയ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എയിൽ നിന്ന് ബി ചെന്നിട്ടാണ് ആൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോയി. നമുക്ക് കാണേണ്ടത് എ സി, ദ വാല്യൂ ഓഫ് എ സി ആണ് കാണേണ്ടത്. ഫ്രം പോയിൻറ്റ് എ ടു ദ പോയിൻറ്റ് സി is the given vector is the given from point A to the point C is given by the vector AC. അപ്പോൾ പോയിൻറ്റ് എ മുതൽ പോയിൻറ്റ് എ സി വരെയുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? വെക്ടർ എ സി ആയിട്ട് എടുക്കാം അല്ലേ. ആൻഡ് ഇറ്റ്സ് എക്സ്പ്രസ്ഡ് ആസ്, അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ നമുക്കതിനെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കുന്നു? ആദ്യം ആ കുട്ടി പോയത് എങ്ങനെയാണ്? വെക്ടർ എ ബിയിൽ നിന്ന് വെക്ടർ ബി സിയിലേക്ക് പോയി. അപ്പം നമുക്ക് കാണേണ്ട വാല്യൂ എന്താണ്? നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം വെക്ടർ എ സി നമുക്ക് ഷോർട്ടായിട്ട് കണ്ടാൽ മതി അല്ലേ. എയിൽ നിന്ന് ബി വന്നിട്ട് ബിയിൽ നിന്ന് സി പോയ വാല്യൂ കിട്ടി. നമുക്ക് കാണേണ്ടത് എയിൽ നിന്ന് സി വരെ പോയ ദൂരം ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വെക്ടർ എ സി എന്ന് പറയുമ്പം we have to take as vector AB plus vector BC. Vector AB പോയ ദൂരം plus vector BC. Okay. This is known as the triangular law of vector addition. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻസ്. ഒരു ട്രയാങ്കുലറിൽ നമ്മൾ വെക്റ്റർ അഡീഷൻസ് കാണുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ദ ടു അഡ്ജസൻറ്റ് സൈഡ്സ്. രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത്? തേർഡ് സൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗേൾ വോക്ക് ചെയ്യുന്ന പോലെ കാണിച്ചത്. ഇൻ ദിസ് ഫിഗർ വെക്റ്റർ എ ബി ആൻഡ് വെക്റ്റർ ബി സി ആർ ദ adjacent side, and the sum of this vector AB and the vector BC is equal to vector AC, and this is known as triangular law of vector additions. ഇതാണ് triangular law of vector addition എന്ന് പറഞ്ഞാൽ. ഒരു വെക്റ്റർ അഡീഷൻ, ഒരു ട്രയാങ്കുലറിൽ നമ്മൾ വെക്റ്റർ അഡീഷൻ കാണുന്നത് എങ്ങനെയാണ്? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെക്റ്റർ എ ബി is equal to vector A and vector BC is equal to vector B, then we have to write it as vector A plus vector B is equal to vector C, that is vector AC. Okay, then consider the three below figures. In general, if we have two vectors, vector A and vector B, then to add them, they are positioned so that the initial point of one coincides with the terminal point of the other. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നത് രണ്ട് വെക്ടേഴ്സാണ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പൊസിഷനൈസ്ഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഒന്നിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും, അതായത് ഒരു വെക്ടറിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും അടുത്ത വെക്ടറിൻ്റെ ടെർമിനൽ പോയിൻറ്റും കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, വി ടേക്ക് ദാറ്റ് ദ ഇനിഷ്യൽ പോയിൻറ്റ് ഓഫ് വൺ coincides with the terminal point of other. Look at the first figure. In this two vectors are there, vector A and vector B. Look at the second figure. In this formed as a triangular ABC. Okay, in this vector B, consider vector B. In this, the initial point is from vector A and the terminal point ends in
വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും വേറൊന്നിൻ്റെ ടെർമിനൽ പോയിൻറ്റുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ ഫിഗർ 10.82 വി ഹാവ് ഷിഫ്റ്റഡ് വെക്റ്റർ ബി വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ സെയിം സാധനം തന്നെ. ലുക്ക് അറ്റ് ദ ഫിഗർ 10.82 വി ഹാവ് ഷിഫ്റ്റഡ് വെക്റ്റർ ബി. അതായത് ഫസ്റ്റ് ഫിഗറിലെ വെക്റ്റർ ബിയെ നമ്മൾ അതേപോലെ ഷിഫ്റ്റ് ചെയ്യുന്നു വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനോ ഡയറക്ഷനോ ഒന്നും ചേഞ്ച് ചെയ്യാതെ അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കുന്നു. സോ ദാറ്റ് ഇറ്റ്സ് ഇനിഷ്യൽ പോയിൻറ്റ് കോയിൻസൈഡ്സ് വിത്ത് ദ ടെർമിനൽ പോയിൻറ്റ് ഓഫ് എ. ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റ് കോയിൻസൈഡ് ചെയ്യുന്ന എവിടെയാണ്? വെക്റ്റർ എയുടെ ടെർമിനൽ പോയിൻറ്റ്. വെക്റ്റർ എ മീൻസ് ദാറ്റ് ഈസ് വെക്റ്റർ എ ബി. അതിൽ ബിയിലാണ്, ബി എന്ന് പറയുന്നത് അതിൻ്റെ ടെർമിനൽ പോയിൻ്റാണ്. അവിടെയാണ് വെക്റ്റർ ബിയുടെ ഇനിഷ്യൽ പോയിൻറ്റ്. മനസ്സിലായോ? ദെയർഫോർ വെക്റ്റർ എ പ്ലസ് coincides with the terminal point of vector A, then the vector A plus B represented by the third side AC of the triangular ABC. So നമ്മൾ വെക്റ്റർ എ പ്ലസ് ബിയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ആ ട്രയാങ്കുലറിൻ്റെ തേർഡ് സൈഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്താണ്? ഫസ്റ്റ് ടു വെക്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു, വെക്റ്റർ എ, വെക്റ്റർ ബി. അതിൽ നമുക്കറിയാം വെക്റ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും മറ്റൊന്നിൻ്റെ ടെർമിനൽ പോയിൻറ്റുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വെക്റ്റേഴ്സ് ജോയിൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു ട്രയാങ്കുലർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൻ്റെ സമ്മേഷനാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് സൈഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്തെന്താ? ഗീവ്സ് ആസ് ദ സം ഓഫ് ദ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ദാറ്റ് ഈസ് ഇൻ ട്രയാങ്കുലർ എ ബി സി വി ഹാവ്. അപ്പോൾ ട്രയാങ്കുലർ എ ബി സി നമുക്ക് എന്ത് കിട്ടുന്നു? വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ഈസ് ഈക്വൽ ടു വെക്ടർ എ സി. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ സി. Okay, now again, since vector AC is equal to negative vector CA from the above equations we have, അതായത് നേരത്തെ ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്റ്റർ എ സി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? നെഗറ്റീവ് വെക്റ്റർ സി എയോട് തുല്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? വെക്റ്റർ എ സിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെക്റ്റർ നെഗറ്റീവ് വെക്റ്റർ സി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നൗ എഗെയിൻ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു? വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി ഈക്വൽ ടു വെക്റ്റർ എ സി എന്നാണ്. അപ്പോൾ വെക്റ്റർ എ സിയെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? നെഗറ്റീവ് വെക്റ്റർ സി എടുക്കുന്നു. സോ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്ത് വരുമ്പം നെഗറ്റീവ് എന്നുള്ളത് പ്ലസ് ആവുന്നു. സോ വി ഹാവ് ടു ടേക്ക് ദിസ് ആസ് plus vector CA. അപ്പം വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി പ്ലസ് വെക്റ്റർ സി എ ഇസ് ഈക്വൽ ടു വെക്റ്റർ എ എ. അതായത് ഇവിടെ നിന്ന് ഇത്രയും പോയി വരുന്നത് എന്ത് തന്നെയാണ്? അതിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും എവിടെ തന്നെ വന്ന് അവസാനിക്കും? എയിൽ തന്നെ വന്ന് അവസാനിക്കും, അല്ലേ? എയിൽ നിന്ന് ബി വരെ പോകുന്നു, പിന്നെ ബിയിൽ നിന്ന് സി വരെ പോകുന്നു, സിയിൽ നിന്ന് എ വരെ പോകുന്നു. that means the initial point and the terminal point is A. So it takes as vector A. So it's equal to 0 vector. This means that when the sides of a triangular are taken in order, it leads to 0 resultant. എന്താണ്? നമ്മൾ ട്രയാങ്കുലറിൻ്റെ സൈഡ്സ് ഒരു ഓർഡറിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ആദ്യം എയിൽ നിന്ന് ബി വന്നു, പിന്നെ ബിയിൽ നിന്ന് സി വന്നു, വീണ്ടും എഗെയിൻ സിയിൽ നിന്ന് എ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് നമുക്ക് എന്തായിട്ട് കിട്ടത്തുള്ളൂ? 0 ആയിട്ട് കിട്ടത്തുള്ളൂ. ബിക്കോസ് ദ ഇനിഷ്യൽ ആൻഡ് ദ ടെർമിനൽ പോയിൻറ്റ്സ് ഗെറ്റ്സ് കോയിൻസൈഡ്, അല്ലേ? ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും എന്താവുന്നു? കോയിൻസൈഡ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്താൽ മതി. അഡീഷൻ ഓഫ് വെക്ടേഴ്സിൽ ഫസ്റ്റ് വി ഹാവ് ലേൺഡ് വാട്ട് ഈസ് ട്രയാങ്കുലർ ലോ. ഇൻ ട്രയാങ്കുലർ ലോയിൽ എന്താണ്? ടു സൈഡ്, ദ സം ഓഫ് ദ ടു സൈഡ്സ് ഗീവ്സ് ദ തേർഡ് സൈഡ്. എന്താണ്? ട്രയാങ്കുലറിൻ്റെ രണ്ട് സൈഡിൻ്റെ സമ്മേഷനാണ് തേർഡ് സൈഡ് നമുക്ക് തരുന്നത്. അത് നമ്മൾ എക്സാമ്പിൾ വഴി പഠിച്ചു. ഇൻ ദിസ് നമ്മൾ വി സ്റ്റഡീഡ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി is equal to vector C, or vector എ ബി പ്ലസ് വെക്ടർ ബി സി is equal to vector എ സി. ഓക്കെ, next, look at the third figure. In this we consider one point is there, C dash, the opposite of
സി. ഓക്കെ, സിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് സി ഡാഷ് എന്ന് പറഞ്ഞ് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇൻ ദിസ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫിഗർ 10.82 വെക്റ്റർ ബി സി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്റ്റർ ബി സി. എന്താണ് ഇവിടുത്തെ വെക്റ്റർ ബി സി എന്ന് പറയുമ്പോൾ സി ഡാഷ് ആണ്, സിയുടെ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഇവിടുത്തെ വെക്റ്റർ ബി സി എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും, വെക്റ്റർ ബി എന്ന് പറയുന്നത് ഇവിടെ വരുമ്പം താഴോട്ട് വരുമ്പോൾ എന്ത് വരും, നെഗറ്റീവ് വെക്റ്റർ ബി എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. എന്താണ് നെഗറ്റീവ് വെക്റ്റർ ബി വരും. ഓക്കെ, സോ ഇറ്റ് ടേക്സ് ആസ് വെക്റ്റർ ബി സി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്റ്റർ ബി സി. എന്താണ് വെക്റ്റർ ബി സി എന്തിനോട് തന്നെ തുല്യമായിരിക്കും, നെഗറ്റീവ് വെക്റ്റർ ബി സിയോട് തന്നെ ഈക്വൽ ആയിരിക്കും. ദെൻ ഓൺ അപ്ലൈങ് ദ ട്രയാങ്കുലർ ലോ, സോ താഴത്തെ ഫിഗറിലേക്ക് നമ്മൾ ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്ത് കിട്ടുന്നു, വെക്റ്റർ എ സി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി വിച്ച് ഈസ് ബി സി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ബി പ്ലസ് നെഗറ്റീവ് വെക്റ്റർ ബി സി ഈക്വൽ ടു എ ബാർ വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി. അതായത് ലുക്ക് അറ്റ് ദിസ് ഫിഗർ, ഇൻ ദിസ് വെക്റ്റർ എ സി, ലുക്ക് അറ്റ് ദിസ് triangular vector a b c dash. In this vector bc is equal to vector bc dash, so we have to take it as negative vector b. So vector a minus vector b, vector c is vector ac dash is equal to vector a minus vector b. Okay, move to the second law, parallelogram of vector additions. First we have studied the triangular law of vector addition. Next, parallelogram of vector addition. Look at this figure 10.9. Consider a parallelogram OACB. In this, if we have two vectors, vector A and vector B, represented by the two adjacent sides of a parallelogram in magnitude and direction, then their sum A vector A plus vector B is represented in magnitude and direction by the diagonal of the parallelogram through their common point. This is known as the parallelogram law of vector addition. എന്താണ് ഒരു നമ്മൾ വെക്റ്റർ എയും വെക്റ്റർ ബിയും പറഞ്ഞ് ടു അഡ്ജസൻറ്റ് വെക്റ്റേഴ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതെന്തായിരിക്കും, അതിൻ്റെ കോമൺ പോയിൻറ്റ്സിൽ നിന്നായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്തെന്ന് പറയാം, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻസ് എന്ന് പറയാം. ഇൻ ദിസ് വി കൺസിഡർ വെക്റ്റർ ഒ A and C. Okay, consider the triangular vector O, A and C. In this, vector OA plus vector AC is equal to vector OC. Vector OA vector AC കൂട്ടുമ്പോൾ by using triangular law we take as vector OA plus vector AC is equal to vector OC. Okay, similarly we know that vector AC is equal to vector OB because in parallelogram opposite sides are equal. എന്താണ് പാരലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് വെക്റ്റർ എ സി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ ബി. വെക്റ്റർ എ സി എന്ന് പറയുന്നത് വെക്റ്റർ ഒ ബിയോട് ഈക്വൽ ആണ്. സോ കൺസിഡർ വെക്റ്റർ എ സി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ ബി. ദെയർഫോർ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ ബി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ സി. എന്താണ് വെക്റ്റർ ഒ എ plus vector OB is equal to vector OC. Okay, which is parallelogram law. Thus we may say that the two laws of vector additions are equivalent to each other. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, വെക്റ്റർ അഡീഷൻ്റെ രണ്ട് ലോസും രണ്ടിനോടും ഈക്വൽ ആണ്. ഒരു പാരലോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എടുക്കുന്ന സെയിം സൈഡ് തന്നെ നമുക്ക് തിരിച്ച് അപ്പുറത്തും എടുക്കാനായിട്ട് സാധിക്കും. Okay, next move to the properties of vector.
properties of vector addition. First property is commutative property. എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? എന്താണ് commutative property? In commutative property said that for any two vectors, vector A and vector B, then vector A plus vector B is equal to vector B plus vector A. അതായത് രണ്ട് വെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. വെക്ടർ A പ്ലസ് വെക്ടർ B എടുത്താലും വെക്ടർ B പ്ലസ് വെക്ടർ A എടുത്താലും ഈക്വൽ ആയിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. Okay, in this proof of the commutative law, consider the parallelogram ABCD. Consider the parallelogram ABCD in figure 10.10. Let vector AB is equal to vector A. Vector AB നമ്മൾ vector A ആയിട്ട് കൺസിഡർ ചെയ്യുന്നു and vector BC is equal to vector B. Then using the triangular law from the triangular ABC, അപ്പം vector AB നമ്മൾ A ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, vector BC B ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ triangular law കൺസിഡർ ചെയ്യുന്നു. So we have to given the third side vector AC, which is equal to vector A plus vector B. Now, since the opposite sides of a parallelogram are equal and parallel from figure 10.10, we have അല്ലേ നമുക്കറിയാം ഒരു പാരലോഗ്രാം ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആയിരിക്കും പാരലലും ആയിരിക്കും അല്ലേ. സോ വി ഹാവ് ടു ടേക്ക് ആസ് വെക്റ്റർ ബി സി ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡി, സോ വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ ബി, ആൻഡ് വെക്റ്റർ ഡി സി ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ബി വിച്ച് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ. അഗെയിൻ യൂസിങ് ട്രയാങ്കുലർ ലോ ഫ്രം ദ ട്രയാങ്കുലർ എ ഡി സി. അപ്പം ട്രയാങ്കുലർ എ ഡി സിയിൽ നിന്ന് വീണ്ടും നമ്മൾ ട്രയാങ്കുലർ ലോ കൺസിഡർ ചെയ്യുന്നു. സോ വെക്റ്റർ എ ഡി പ്ലസ് വെക്റ്റർ ഡി സി ഈസ് ഈക്വൽ ടു വെക്റ്റർ എ സി. സോ വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ is equal to vector AC. So in this two equations we are equating the above two equations, so we get vector A plus vector B is equal to vector B plus vector A. Okay, clear that. Next one, associative property. In associative property we consider three vectors, vector A, vector B and vector C. Okay, in this first in associative law say that vector A plus vector B in bracket lana vector A plus vector B plus vector C is equal to vector A plus vector B plus vector C. Okay, അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെ വരും? കൺസിഡർ ദ ബിലോ ഫിഗേഴ്സ്. ഇൻ ഫസ്റ്റ് ഫിഗർ പി ക്യു ആർ എസ്, consider vector PQ as vector A and vector QR as vector B and vector RS as vector C respectively. So in this vector A plus vector B is vector PQ plus vector QR is equal to vector പി ആർ. എന്താണ് ഫസ്റ്റ് പി ക്യു പ്ലസ് ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? പി ആർ കിട്ടും. അപ്പോൾ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് വെക്റ്റർ പി ആർ എന്തായിട്ട് കിട്ടി? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി കിട്ടി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബിയെ വെക്റ്റർ സി കൊണ്ട് കൂട്ടുന്നത് എന്തിനോട് തുല്യമായിരിക്കണം? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് സിയോട് തുല്യമായിരിക്കണം. അപ്പോൾ സോ ഫസ്റ്റ് വി കൺസിഡർ വെക്റ്റർ എ പ്ലസ് ബി കൺസിഡർ ചെയ്യുന്നു. അതിൽ നമുക്ക് എന്ത് കിട്ടി? വെക്റ്റർ പി ആർ നമുക്ക് കിട്ടി. വെക്റ്റർ എ പ്ലസ് ബി എന്ന് പറയുന്നത് പി ആർ ആയിട്ട് കിട്ടി. നെക്സ്റ്റ് എന്തെടുക്കണം? വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എടുക്കണം. അപ്പോൾ വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി, take vector B plus vector C is equal to vector QR plus vector RS. So which is equal to the third side we get QS. അപ്പോൾ എന്താണ്? വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സിയെ നമുക്ക് എന്ത് കിട്ടി? QS ആയിട്ട് കിട്ടി. വെക്റ്റർ QS എന്ന് കിട്ടി. സോ വി റൈറ്റ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി plus vector C is equal to vector PR. We already learned that vector A plus vector B is equal to vector PR. So vector PR plus vector C എന്ന് പറയുന്നത് എന്ത് വരും? RS. RS ആണ് അല്ലേ. PR എന്ന് പറയുന്നത് vector A plus B ആണ്. സോ RS എന്ന് പറയുന്നത് vector C ആണ്. അപ്പോൾ vector PR plus RS is equal to പി എസ്. അവിടെയും ടു സൈഡ്സ് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എസിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് സി എന്ന് പറയുന്നത് വെക്റ്റർ പി എസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സൈഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത എന്ത് ഇക്വേറ്റ് ചെയ്യണം? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് സി എന്നുള്ളത് നമുക്ക് കിട്ടണം.
അപ്പോൾ അതിന് നമ്മൾ എന്തെടുക്കുന്നു, വീണ്ടും എന്തെടുക്കുന്നു, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് സി എടുത്തു. അപ്പോൾ വെക്റ്റർ എ ഏതായി ഫിഗറിൻ്റെ അകത്ത്? വെക്റ്റർ എ എന്ന് പറയുന്നത് വെക്റ്റർ പി ക്യു. അപ്പോൾ അവിടെ എന്ത് വരും? വെക്റ്റർ പി ക്യു പ്ലസ് വെക്റ്റർ ക്യു എസ് അല്ലേ? വെക്റ്റർ പി ക്യു പ്ലസ് വെക്റ്റർ ക്യു എസ് അതെന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? പി എസിനോട് തുല്യമാണ്. വെക്റ്റർ പി ക്യു പ്ലസ് വെക്റ്റർ ക്യു എസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എസ് കിട്ടി. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് കിട്ടി? വെക്റ്റർ പി എസ് തന്നെ കിട്ടി. സോ ഹെൻസ് വി ഇക്വേറ്റ് ദ ടു ഇക്വേഷൻസ് ആൻഡ് വി ഗെറ്റ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി plus vector c is equal to vector a plus vector b plus c. Okay, I think you all understood. Once again, first we learned triangular law, next we learned parallelogram law, next two properties we studied. First one commutative law and the second one associative law. Okay students, thank you.